പാലക്കാട്ടിലെ ജനങ്ങൾ ചെയ്ത വലിയൊരു തെറ്റാണ്. ഇതുപോലൊരു തെമ്മാടിയെ ആഭാസനെ ഈ പാലക്കാടിന്റെ MLA ആയി തെരഞ്ഞെടുത്തതിൽ പാലക്കാട്ടിലെ ജനങ്ങൾ ഇന്ന് ഖേദിക്കുകയാണ്. എല്ലാവരും ഒന്നിനൊന്ന് രൂപത്തിൽ ഇങ്ങനെയൊരു ആളെ ഞങ്ങളുടെ MLA ആക്കി മാറ്റിയല്ലോ. ഞങ്ങളുടെ MLA ഞങ്ങളുടെ അഭിമാനമെന്ന് പറയുന്നതിന് പകരം പാലക്കാട്ടിലെ MLA ആണെങ്കിൽ അവിടുത്തെ ജനങ്ങൾ തലയിൽ മുണ്ടിട്ട് പോകേണ്ടി വരുന്നൊരവസ്ഥ ഈ രാഹുൽ മാങ്കൂട്ടം കാരണം ഈ പാലക്കാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുകയാണ്. ഇവിടെ ഈ ഒരു വിഷയം ഇവിടെ ഉയർന്നു വന്ന ഘട്ടത്തിൽ DYFIയുടെ നേതൃത്വത്തിൽ ഇതുപോലൊരു മാർച്ച് ഇവിടേക്ക് നടത്തിയതാണ്. അന്ന് ഈ MLA ഓഫീസിന്റെ മുന്നിൽ പോലീസ് ഒരു ബാരിക്കേഡ് വെച്ചു. ഞങ്ങൾ അന്ന് അവിടെ നിന്ന് പ്രഖ്യാപിച്ചു, ഈ ബാരിക്കേഡ് മറികടന്നും DYFI വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ആ സാഹചര്യത്തിലേക്ക് ഞങ്ങളെ വലിച്ചഴിക്കരുത്. മാന്യതയുടെ എന്തെങ്കിലും ഒരു അംശം നിങ്ങളുടെ സ്ഥിരകളിലുണ്ടെങ്കിൽ നിങ്ങൾ രാജിവെച്ച് പോകാൻ തയ്യാറാവണം എന്നാണ് പറഞ്ഞത്. ഞങ്ങളന്ന് പറഞ്ഞത് വെറും പാഴ്വാക്കാണ് എന്ന് കരുതിയ കോൺഗ്രസ്സുകാർക്ക് തെറ്റി. ഇന്ന് ഞങ്ങൾ ഇതേ MLAയുടെ വീടിന്റെ വസതിയുടെ മുന്നിലാണ് നിൽക്കുന്നത്. ഞങ്ങളൊന്ന് തീരുമാനിച്ചാൽ ഈ MLAയുടെ വീട് ഉൾപ്പെടെ ഓഫീസ് ഉൾപ്പെടെ ഭസ്മമാക്കി മാറ്റാൻ DYFIക്ക് അധികം നേരം വേണ്ട. ഈ കേരളത്തിന്റെ ആകെ അപമാനമായിട്ടുള്ള ഈ ആവാസനായിട്ടുള്ള ഒരാളെ കോൺഗ്രസ് ചുമക്കും, പക്ഷേ പാലക്കാട്ടിലെ ജനങ്ങൾ ചുമക്കില്ല എന്നുള്ള ഒരു താക്കീതാണ് ഇവിടെ തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാലം ഇവിടെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു നടന്നത് എനിക്കെതിരെ പരാതിയില്ലല്ലോ, കോൺഗ്രസ്സുകാർ പറഞ്ഞു നടന്നത് രാഹുലിനെതിരെ പരാതിയില്ലല്ലോ എന്നുള്ളതാണ്. നാറിയവനെ പേറിയവനും നാറും എന്നുള്ളതിന്റെ തെളിവായി ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം മാറിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തെ പേറിയ കോൺഗ്രസ് ആകെ നാറിയിരിക്കുന്നു. കോൺഗ്രസ് ഇതിനെന്ത് മറുപടിയാണ് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടാകുക? ഇപ്പോ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് മുമ്പാകെയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. പരാതി വന്നു എന്നറിഞ്ഞതും അന്ന് മുങ്ങിയതാണ് രാഹുൽ. ഈ രാഹുലിനെ ഈ കേരളത്തിൽ എവിടെ വിളിച്ചാലും DYFIയുടെ പ്രതിഷേധത്തിന് മുമ്പിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയില്ല എന്നൊരു താക്കീത് കൂടിയാണ് ഞങ്ങൾക്ക് ഇവിടെ നൽകാനായിട്ടുള്ളത്. ഇവിടെ ഞങ്ങൾ തീരുമാനിച്ചത് ഇവിടെ പീഡനവീരനായ രാഹുൽ മാങ്കൂട്ടത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് റീത്ത് വെക്കണം എന്നാണ് തീരുമാനിച്ചത്. ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഇവിടുത്തെ ഓഫീസ് തകർക്കണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ തകർക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ആദ്യം തകർക്കേണ്ടത് രാഹുലിനെ തന്നെയായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അദ്ദേഹം എത്ര വലിയ രൂപത്തിൽ മുങ്ങൽ വിദഗ്ധനായി മുങ്ങിയാലും അയാളെ പിടിച്ചു കെട്ടാനുള്ള വഴി DYFIക്ക് അറിയാം.